ഫുക്രി എന്ന മലയാളം സിനിമയിലെ 45 അബദ്ധങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കുട പിടിച്ചിരിക്കുന്നത് അടുത്ത ഷോട്ടിൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഈ ലൈറ്റനിങ് അറസ്റ്റർ നോക്കി തിരുമേനി പറയുന്നുണ്ട് അത് ആടുന്നുണ്ടെന്ന്. പക്ഷേ അവിടെ നിന്ന് നോക്കിയാൽ ഒരിക്കലും അത് കാണാൻ കഴിയില്ല. മാമു ഇവിടെ വെച്ചിരിക്കുന്ന സഞ്ജിയുടെ പൊസിഷൻ തൊട്ടടുത്ത ഷോട്ടിൽ മാറിയിട്ടുണ്ട്. ഈ ഷോട്ടിലും അതുപോലെ തന്നെ സഞ്ജിയുടെ പൊസിഷൻ അടുത്ത ഷോട്ടിൽ മാറുന്നുണ്ട്. ഉസ്മാനിക്ക ഇപ്പോൾ ലക്കിക്ക് വിളിക്കുമ്പോൾ ആ നമ്പർ ശ്രദ്ധിക്കുക. അടുത്ത ഷോട്ടിൽ ഫ്രാങ്ക്ലിന് വിളിക്കുമ്പോൾ വേറെ നമ്പറാണ് കാണിക്കുന്നത്. ഉസ്മാനിക്ക ഇപ്പോൾ ലക്കിക്ക് വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുകളിലുള്ള സിമ്പിൾ കണ്ടാൽ മനസ്സിലാകും ഫോൺ സൈലന്റ് ആണെന്ന്. ഈ സ്ത്രീ ഇപ്പോൾ ലക്കി ആൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് ചോദിക്കുന്നുണ്ട്. ലക്കി എന്നുള്ളത് ലക്കിയുടെ വിളിപ്പേരാണ്. യഥാർത്ഥ നെയിം ലുക്കുമാൻ എന്നാണ്. ഇപ്പോൾ ഈ സ്ത്രീയുടെ ദേഹത്ത് വെള്ളം വീഴുമ്പോൾ മറ്റുള്ളവരൊന്നും അവിടെ നിന്നും മാറുന്നില്ല. അതുപോലെ തന്നെ സോപ്പ് പുത അവരുടെ ദേഹത്താകുമ്പോൾ അവർ അവിടെ നിന്നും മാറുന്നില്ല. അറ്റ്ലീസ്റ്റ് ആദ്യം വെള്ളം വീണപ്പോഴെങ്കിലും അവർക്ക് അവിടെ നിന്ന് മാറാമായിരുന്നു. സാധാരണ സോപ്പ് മുഖത്താക്കുമ്പോൾ എല്ലാവരും വായ അടയ്ക്കാറാണ് പതിവ്. പക്ഷേ ഇയാള് ഫ്രാങ്ക്ലിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ നല്ല രീതിയിൽ സോപ്പ് പതയുണ്ട്. പക്ഷേ അടുത്ത ഷോട്ടിൽ അവിടെ അത്രയ്ക്ക് സോപ്പ് പതയൊന്നും കാണാനില്ല. പള്ളിയുടെ മുകളിലുള്ള ലൈറ്റനിങ് അറസ്റ്ററും അമ്പലത്തിന് മുകളിലുള്ള ലൈറ്റനിങ് അറസ്റ്ററും ഇറീഡിയമാണെന്ന് ഇവർക്ക് ചെറിയൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്നിട്ടും 30 ലക്ഷം രൂപയ്ക്ക് രണ്ടും അവർ പുതുക്കി പണിത് കൊടുക്കുമെന്ന് വാക്കു പറയുന്നു. മൊല്ലാക്കയുടെ ഇടതുവശം പിന്നിൽ നിൽക്കുന്ന ഇയാൾ തൊട്ടടുത്ത ഷോട്ടിൽ മുന്നിൽ നിൽക്കുന്നത് കാണാം. മാമു ഇപ്പോൾ വലത് കൈയിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്നത് കാണാം. സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഡബ്ബിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. മുദ്രാവാക്യം പുള്ളി ഡബ്ബ് ചെയ്യുമ്പോൾ എന്തിന് കൈ പൊക്കണം? ലക്കിയുടെ ടീഷർട്ടിൻ്റെ ഇടത് കൈ ഇപ്പോൾ കയറ്റി വെച്ചിരിക്കുന്നത് കാണിക്കുന്നു. തൊട്ടടുത്ത ഷോട്ടിൽ അത് ഇറക്കി വെച്ചിരിക്കുന്നതായി കാണാം. ലക്കി ഇപ്പോൾ കൈ കൊട്ടി എല്ലാവരോടും പുറത്തു പോകാൻ ആംഗ്യഭാഷയിലാണ് കാണിക്കുന്നത്. പക്ഷേ ഈ നിൽക്കുന്നയാൾക്ക് ആ ആംഗ്യഭാഷ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല. പിന്നെ അയാളെന്തിന് പുറത്തുപോയി? ക്യാമറ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ സെക്യൂരിറ്റി നടന്നു നീങ്ങുന്ന ടൈമിംഗ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഫരീദ് അടിക്കുന്ന ഈ അടി മുഖത്തിൻ്റെ അടുത്തുകൂടെ പോലും പോകുന്നില്ല. അലി ഫുക്രിയെക്കുറിച്ച് ഈ വീട്ടിലുള്ളവർക്ക് വളരെ നന്നായി അറിയാം. പക്ഷെ വീണ്ടും അലി ഫുക്രിയെ പോക്കി ആ വീട്ടുകാരോട് തന്നെ പറയേണ്ട ആവശ്യമെന്താ? ഇപ്പോൾ മാമ പറയുന്നു ഇതാണ് അവരുടെ കൊള്ളസങ്കേതം, ഇതാണ് കയറേണ്ട കോണിയെന്ന്. പക്ഷേ ഈ സ്ഥലം അവരെങ്ങനെ കണ്ടുപിടിച്ചു? ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആരും നിൽക്കുന്നില്ല. തൊട്ടടുത്ത ഷോട്ടിൽ അവിടെ ഒരാൾ ചാരി നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ലക്കിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്.
ആ റിംഗ്ടോൺ ഇവിടെ ഒരു പ്രശ്നമാണെങ്കിൽ ആ റിംഗ്ടോൺ കേട്ട ഉടനെ കോൾ കട്ട് ചെയ്യാത്തതെന്താ? കൂവപ്പൊടിയുടെ സ്പെഷ്യൽ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഇപ്പോൾ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ ഗൗതമിയുടെ മുമ്പിൽ വെച്ച് ലക്കി വളരെ നന്നായി തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുലൈമാൻ ഫുക്രി ഇപ്പോൾ കാറിൻ്റെ ഏകദേശം ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ കാറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിൽക്കുന്നതായി കാണിക്കുന്നു. ഈ വാക്കി ടോക്കിൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഇയർഫോൺ ഇല്ലാതെയാണ്. പക്ഷേ വാക്കി ടോക്കിൽ കേൾക്കുന്ന സംസാരങ്ങളൊന്നും പുറത്ത് കേൾക്കുന്നില്ല. എന്നിട്ടും അയാൾ അതിന് മറുപടി കൊടുക്കുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് തൊട്ടടുത്ത ഷോട്ടിൽ മാറിയിട്ടുണ്ട്. ലക്കി ഇപ്പോൾ ഇവരുടെ 3 പേരുടെയും ഏറ്റവും പിന്നിലായിട്ടാണ് നടക്കുന്നത്. തൊട്ടടുത്ത ഷോട്ടിൽ കുഞ്ഞാപ്പയുടെ മുന്നിലായി നടക്കുന്നത് കാണാം. ഇപ്പോൾ ഇങ്ങോട്ടൊരു ജീപ്പ് വരുന്നു. ആ ജീപ്പിന്റെ ശബ്ദം കേട്ടിട്ട് കൂടെ ആ ജീപ്പിൽ ആരാണ് വരുന്നത് എന്ന് അവർ ഒന്ന് നോക്കുന്നു പോലുമില്ല. ഈ സ്റ്റെപ്പിൽ നിന്നും 1.5 ഗ്രാനൈറ്റ് മാറിയാണ് ഈ ജീപ്പ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. തൊട്ടടുത്ത ഷോട്ടിൽ 2.5 ഗ്രാനൈറ്റ് മാറി നിർത്തിയിട്ടിരിക്കുന്നതായി കാണിക്കുന്നു. ഇപ്പോൾ അലി ഫുക്രി വണ്ടിയിൽ കയറാൻ പറയുമ്പോൾ അയാൾ ഓട്ടോറിക്ഷ നടുറോഡിൽ ഉപേക്ഷിച്ചിട്ടാണ് വണ്ടിയിൽ കയറുന്നത്. ഇപ്പോൾ അലി ഫുക്രി അടിക്കുന്ന ഈ അടി അയാളുടെ ദേഹത്ത് കൊള്ളുന്നത് പോലുമില്ല. അലി ഫുക്രി ഇപ്പോൾ ലക്കിയെ ചവിട്ടിയപ്പോൾ ലക്കി ഇവരുടെ തൊട്ടടുത്താണ് വീണ് കിടക്കുന്നത്. തൊട്ടടുത്ത ഷോട്ടിൽ ചവിട്ടിന്റെ ആഘാതത്തിൽ അവർ രണ്ടുപേരും വീണ് കിടക്കുന്നതായി കാണിക്കുന്നു. ലക്കിയുടെ പിറകിലിരിക്കുന്ന ഇവർ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ എണീറ്റ് നിൽക്കുന്നത് കാണാം. ഇവിടെ കാണുന്ന കൂളിംഗ് ഗ്ലാസ് തൊട്ടടുത്ത സീനിൽ കാണാനില്ല. ഇവിടെ പൊരിഞ്ഞ ഷീട്ടുകൾ നടക്കുന്നുണ്ടെന്നും ഒരാൾ തോക്കും പിടിച്ച് കാവൽ നിൽക്കുന്നുണ്ടെന്നും ഇപ്പോൾ കുഞ്ഞാപ്പ പറയുന്നു. തോക്കും പിടിച്ച് ഒരാൾ കാവൽ നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും പോലീസ് വരുന്നത് നോക്കൂ, ഒരു വടി പോലുമില്ലാതെ. അലി ഫുക്രി ഇപ്പോൾ രഘുനാഥിന്റെ കൈ പിടിച്ചിരിക്കുന്നത് തൊട്ടടുത്ത സെക്കൻഡിൽ മാറിയിട്ടുണ്ട്. അലി ഫുക്രി ഇപ്പോൾ കുഞ്ഞാപ്പയെ തല്ലുമ്പോൾ കുഞ്ഞാപ്പയുടെ കൈ തട്ടി ഈ റോപ്പ് നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത ഷോട്ടിൽ ആ ഇളക്കമൊന്നും അവിടെ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ഒരു ബോട്ട് പാസ് ചെയ്യുന്നത് കാണാം. ഈ വരുന്ന ഇന്നോവ കാർ തൊട്ടടുത്ത സീനിൽ മിസ്സിംഗ് ആണ്. ഈ പോലീസ് ജീപ്പ് ഇപ്പോൾ ഓട്ടോയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നോക്കൂ, ഇടതുവശത്തൂടെയാണ്. വേല് തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. ഓട്ടോക്ക് വിലങ്ങായി നിർത്തിയിടേണ്ട പോലീസ് ജീപ്പിനെ ഓട്ടോ വിലങ്ങായി നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഫ്രാങ്ക്ലിൽ നിന്നും കയ്യേറ്റം ചെയ്യുന്ന ഈ ഫോൺ ഇപ്പോൾ അലി ഫുക്രി ഫോൺ അറ്റൻഡ് ചെയ്യാതെയാണ് സംസാരിക്കുന്നത്. ലക്കിയും ബാക്കിയുള്ളവരും ഉസ്മാനിക്കക്ക് അവർ നിൽക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഉസ്മാനിക്ക കറക്റ്റ് എങ്ങനെ ഇവിടെ തന്നെ എത്തി? ഈ ജീപ്പ് കണ്ടിട്ട് ലക്കിയും ബാക്കിയുള്ളവരും ഇപ്പോൾ നന്നായി പരുങ്ങുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ബോർഡ് കണ്ടിട്ടെങ്കിലും അവർക്ക് മനസ്സിലാക്കാമായിരുന്നു വന്നത് ഉസ്മാനിക്കയാണെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.